അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടതല്ലേ. എന്നെ വിവാഹം കഴിപ്പിക്കാൻ അച്ഛൻ കണ്ടുവച്ച ആള് സേതുവേട്ടൻ തന്നെയാ. എന്റെ അമ്മോ, മനുഷ്യൻ പലതരം ദുസ്വപ്നം കാണാറുണ്ട്, പക്ഷെ ഇതുപോലെ ആരും കണ്ടു കാണില്ല. ദുസ്വപ്നൊന്നുമല്ല, സത്യ. അത് അച്ഛന്റെ വാവുകൊണ്ട് തന്നെ കേൾക്കുമ്പോ സേതുവേട്ടൻ ഞെട്ടിപ്പോവും. അതെ, ഇപ്പൊ തന്നെ ഞാൻ ഞെട്ടിയിരിക്കുക. ഭാമയ്ക്ക് വട്ടു തുടങ്ങിയല്ലോ എന്നോർത്ത്. എന്റെ ഭാമേ, ചന്ദ്രമംഗലത്തെ രാമവർമ്മ തിരുമേനിയുടെ ഏക മകളെ കാര്യസ്ഥന്റെ മകനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് വിശ്വസിക്കൂ? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. വലിയ തിരുമേനിയുടെ പൂർണ്ണ സമ്മതത്തോടെ നമ്മുടെ വിവാഹം നടക്കുന്നു ഞാൻ കരുതുന്നില്ല. ഭാമ ചിന്തിക്കുന്ന എളുപ്പവഴികളാ. അങ്ങനെ ഒരു വഴി നമ്മുടെ മുമ്പിലില്ല. എന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഒരു ജോലി കിട്ടുന്നവരെ കാത്തിരിക്കുക. അത് കഴിഞ്ഞ് രണ്ടും കൽപ്പിച്ച് എന്നോട് പറഞ്ഞു തിരിക്കുക. എന്തൊരു ശബ്ദം കിട്ടില്ലേ? അത് പടിഞ്ഞാറ് നിൽക്കുന്ന പ്ലാവിന്ന് ചക്ക വീണതായിരിക്കും. രണ്ട് ചക്ക ഒന്നിച്ചു വീഴൂ. വലിയേട്ടൻ ഉണരില്ലേ ഭഗവതി? ഇല്ല, ഉണരില്ല. ഞാൻ കാവിലെ ഭഗവതിക്ക് നേരത്തെ വന്നിട്ടാ പോയത്. മഹാഭാവി, ഒരിക്കലും ഉണരില്ലടാ. ചെറിയച്ചന്മാരാ, ഏതോ ഉത്സവപ്പറമ്പിൽ പോയി കിടന്നുറങ്ങിയിട്ട് വരുന്ന വരവാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വീട്ടി ഉഷയെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് ഓടിക്കോ. അവരുടെ കണ്ണിപ്പെടരുത്. ഭാമാത്തേക്ക് വെക്കോ, അവരെ ഞാൻ നോക്കിക്കോളാം. വെക്കോ. ആരും അങ്ങോട്ട് ഓടുന്നുണ്ടല്ലോ. ആരാത്? ആരാത്? വിടണോ അവനെ? പിടിക്കുക. അവിടെ നിൽക്കണോ? ഒന്ന് തിരിഞ്ഞു നോക്കിട്ട് ഓടും മനുഷ്യ. മുഖം ഒന്ന് കാണട്ടെ. മുഖം ഒന്ന് കാണാൻ വേണ്ടി മാത്രം. അവൻ തെക്ക് വശത്താണ് നിന്നിരുന്നത്. അതായത് ഭാമയുടെ മുറിയുടെ വാതിൽക്കൽ. ഞങ്ങളെ കണ്ടതും അവൻ ഞങ്ങളെ തട്ടിയിട്ടിട്ട് കിഴക്കോട്ടോടി പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിലും ചാടി വടക്കോട്ട് വെച്ചോ. അയ്യോ, അപ്പൊ തിരുമേനിമാര് നേരെ വടക്കോട്ട് ഓടി പോയിരുന്നെങ്കിൽ ഈസി ആയിട്ട് അവനെ പിടിക്കാൻ കഴിഞ്ഞത്. ഏയ്, അതെങ്ങനാ? ഓടുന്നതിനിടയിൽ പലവട്ടം അവനോട് വിളിച്ചു കൂവിയതാ. ഒന്ന് തിരിഞ്ഞു നിൽക്കണോ, മുഖം ഒന്ന് കാണട്ടെ എന്ന്. അവൻ കേക്കട്ടെ. അത് നേരാ. അവന് അഡ്രസ്സങ്ങൾ തന്നിട്ട് പോയിരുന്നു. അല്ല, കൊച്ചു തിരുമേനിമാര് പറയുന്നതില് സത്യത്തിന്റെ അംശം ഒരു പൊടിയെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ അമ്മ ഉമാമേശ്വരി തമ്പുരാട്ടിയാണ്. വാരയാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ കണ്ണുകൊണ്ട് അവനെ കണ്ടതാ. ഈ കണ്ണോട് നിങ്ങൾ കണ്ടാൽ കാണും. ഇത് ശംഭു തിരുമേനി കാണല്ലേ? അനിയൻ തിരുമേനിക്കാണ്. അനിയൻ തിരുമേനിയുടെ മുഖത്ത് കണ്ടില്ലേ? അയ്യോ വാര്യ, അത് തന്നെ ഞങ്ങൾ പറഞ്ഞത്. ഈ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവനെ കണ്ടു. ഓ, നിർത്തടാ ശൂനകന്മാരെ. എടോ വാരേ, ഈ കാര്യത്തിൽ തന്റെ അഭിപ്രായം എന്താണ്? ഏതോ തന്തയ്ക്ക് ജനിക്കാത്തവനാണ് ചെയ്തിരിക്കുന്നത്, യാതൊരു സംശയമില്ല. അവനെ കയ്യോടെ പിടിച്ച് പടിഞ്ഞാറേക്കട മൂവാണ്ടമ്മാവില് കെട്ടിയിട്ട് തലമുട്ടയടിച്ച് അവന്റെ ചന്തിക്കിട്ട് ചാട്ടവാറ് കൊണ്ട് 1001 കൊടുക്കണമെന്നാണ് എന്റെ എളിയ അഭിപ്രായം. എന്താ മോനെ? അതെ, അതാണ് വേണ്ടത്. ഇനി അവനെ കിട്ടിയില്ലെങ്കിൽ അവന്റെ തന്തയെ പിടിച്ചെങ്കിലും രണ്ടു കൊടുക്കണം. അതെ, അതിനാളാരാണെന്നറിയാതെ എങ്ങനെയാ വരിഞ്ഞു കിട്ടുന്നതും ചാട്ടവാറും അടിക്കുന്നതും? ആള് നമ്മുടെ മുമ്പിൽ തന്നെ ഇല്ലേ? വലിച്ചു നീട്ടാതെ ആളാരാണെന്ന് പറയൂ. ഇത് അവൻ തന്നെയാണെന്നാണ് എന്റെ ബലമായ സംശയം. ആര്? ആ പുരുഷോത്തമൻ. തിരുമേനിക്ക് ഓർമ്മയില്ലേ? അച്ഛൻ തിരുമേനിയുടെ കാലത്ത് ആ മൂത്തവണ്ണം ഈ വീടിന് ചുറ്റും രാവും പകലും പതുങ്ങി നടന്നിരുന്നത്. കുട്ടിവാളുമ്മ ഇറങ്ങി ചെന്നപ്പോ കൂടെ തറവാട്ടിന്റെ പകുതി സ്വത്തും ഇറങ്ങി ചെല്ലുന്നു മൂത്ത കുന്നം കരുതി. അത് തെറ്റിയില്ലേ? തിരുമേനി കാക്കാശ് കൊടുത്തില്ലല്ലോ. ആ ദേഷ്യം വൈരാഗ്യം ഇപ്പോഴും ഉണ്ട് മൂത്ത കുന്നത്തിന്. അതേസമയം പുരുഷോത്തമൻ ഭാമക്കുഞ്ഞിനെ കെട്ടിയ ഈ കണ്ട സ്വത്തെല്ലാം അങ്ങോട്ടാവുമല്ലോ. അതിനുവേണ്ടി വല്ല കൂടോത്രം ചെയ്ത് ഭാമക്കുഞ്ഞിനെ മയക്കാനായിരിക്കും അവൻ ഇങ്ങനെ രാവും പകലും കറങ്ങി നടക്കുന്നത്. മതിയുടെ വർണ്ണന ഇന്നിതിവിടെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ എന്റെ മോക്ക് ചീത്തപ്പേരാ. ഇത്രയും കാലം അവൻ ചെയ്ത വൃത്തികേടുകളെല്ലാം സഹോദരീ ഭർത്താവായി പോയല്ലോ എന്നോർത്ത് ഞാൻ ക്ഷമിച്ചു. ഇനി അതിന് കഴിയില്ല. എന്റെ ഭാമമോളുടെ ശരീരത്തൊരു പോറലേൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ തിരുമേനി, ഇന്ന് ഒരേ എഴുതിയാട്ടം ദുർമന്ത്രവാദം കൂടോത്രം ഒക്കെ ഉള്ള ആൾക്കാരാ മൂത്തകുന്നങ്കാര്. ഭാര്യൊന്നും മിണ്ടായിരിക്ക. ഏട്ടൻ ചുണക്കുട്ടിയെ പോലെ പോയി അങ്ക കുറിച്ചിട്ട് വരിക. ചന്ദ്രമംഗലത്തെ ഒരു നട്ടലില്ലാത്തവരാണെന്നാണല്ലോ അവനും അവന്റെ മകൻ പുരുഷോത്തവനും പറഞ്ഞു നടക്കുന്നത്. ചന്ദ്രമംഗലത്തെ ദാനത്വം നമുക്ക് കാണിച്ചു കൊടുക്കാം. അതെ, പോകാം. അയ്യോ, ഞങ്ങളും കൂടെ പോരാനോ? ഞങ്ങൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? കൊലക്ക് കൊടുക്കാനാണോ? വല്യേട്ടാ, നമ്മുടെ അച്ഛൻ മരിച്ച പോലെ ഈ തറവാട്ടിൽ കിടന്ന് നേരാവണ്ണം മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ആ ദുർമന്ത്രവാദിയുടെ കയ്യിൽപ്പെട്ട് വല്ല പൂച്ചയായോ പട്ടിയായോ അലഞ്ഞിരിയാ എനിക്ക് കൊറിയില്ലേട്ടാ. അതുകൊണ്ട് വല്യേട്ടൻ തനിച്ചങ്ങ് പോയാ മതി. ചുംബന്മാരെ വണ്ടിയില് ചന്ദ്രമംഗലത്ത് ആൺപടം ഒന്നുകൂടെ പോണം. ഞാനിത് പ്രതീക്ഷിച്ചതാ. എനിക്കിപ്പോ കണ്ടകശനി. പിന്നെ എന്തൊക്കെയാണല്ലോ വിശേഷങ്ങള്? തന്നെ
ഇപ്പൊ ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ. ഇവിടെ ആഴ്ചയിൽ ഒരിക്കലല്ലേ തേപ്പുള്ളൂ. താൻ ഇവിടെ എല്ലാ ദിവസവും വരണം, അതാ എനിക്ക് സൗകര്യം. സാറിന്റെ വർത്തമാനം കേട്ട തോന്നും ഞാൻ വരാത്തപ്പോൾ ഈ വീട്ടിലെ തുണിയൊക്കെ തേക്കുന്നത് സാറാണെന്ന്. വേഗം കൊണ്ട് കൊടു. നിങ്ങൾ വന്നേക്കൂ, എന്റെ അമ്മോ. ഞാൻ കൊണ്ടേക്കാ ചെറിയമ്മേ. അയ്യോ വേണ്ട കുട്ടി, കുട്ടി ഇതും ചുവന്നുകൊണ്ട് പോണ കണ്ടിട്ട് ഏട്ടൻ ചാട്ടവറെടുക്കാനല്ലേ? അത് വേണ്ട, ഞാൻ കൊണ്ടുപോയി. അയ്യോ വേണ്ട ചെറിയമ്മ, ഞാൻ കൊണ്ടുപോയി വെച്ചോളാം. ബാമയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കുന്ന മോളിൽ നിന്നുള്ള കൽപ്പന. വഴക്ക് കേൾക്കാൻ എനിക്ക് വയ്യ കുട്ടി. ഈശ്വരാ, കത്തുകൂട്ട് പോണം, എല്ലാം കുളവും. എന്താ സാറത്ര ധൃതി? വിശേഷങ്ങളൊക്കെ കേൾക്കണ്ടേ? അതിലും വലിയ വിശേഷമാണോ ഇവിടെ? ആണാ? അയ്യോ, ഞാൻ തമ്പുരാട്ടി, അകത്ത് തേപ്പ്. നിനക്ക് അവളെ ഇഷ്ടമാണോ? അയ്യേ, എങ്കോ ആയി നോക്കാതെ പോണ കൊശവാ. ഏടത്തിരെന്ന് വീണ കത്താണല്ലോ, കൊടുത്തേക്കാം. കത്ത് കൊടുക്കുന്നതിന് ഏട്ടൻ കണ്ട കുഴപ്പമാവോ? കാണാൻ കൊടുക്കാം. എല്ലാരും പറയാ നടക്കാൻ ഇവളാരാ? പാഞ്ചാലിയാ? എനിക്കൊന്നും കേൾക്കണ്ട. ഇതിന് പകരം ഞാൻ വീട്ടും. എവിടെയാണോ നിന്റെ ഭാര്യ? എന്താ കാര്യം? വലിയേട്ടാ, ഇവൻ എന്റെ സുഭദ്ര. ഞാനത് എങ്ങനെയാ പറയാ? അയ്യോ, ഏട്ടന്റെ ഭാര്യ അനിയൻ ബലാത്കാരം ചെയ്യേ. ശിവ ശിവ, എന്തൊരു കാലം. പോക്കൃത്തരം കാണിക്കുന്നോടാ നായേ. വലിയേട്ടാ, ഞാനൊന്നും ചെയ്തില്ല. ഈ കത്ത് ഏടത്തിൽ കൊണ്ടുകൊടുക്കാൻ ചെന്നപ്പോ കേട്ടില്ല വലിയേട്ടാ, ഇവൻ എന്റെ ഭാര്യക്ക് കത്ത് കൊടുത്തത്. അതല്ല കാര്യം, ഏടത്തിന്റെ സാരിയുടെ അടി. ഓഹോ, അപ്പൊ അവിടെ വരെ എത്തിയല്ലേ നിന്റെ നോട്ടം? അതല്ല, ഏടത്തെ കെട്ടിപ്പിടിച്ചോണ്ട് ഇവൻ എന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചു. എടാ തെണ്ടി, നിർത്താൻ. കരയാതെ കാര്യം പറയടാ, എന്താ ഉണ്ടായത്? ഏടത്തി ഇസ്തിരിയിട്ടുണ്ടോ തുണിയുടെ ഇടയിൽ നിന്ന് വീണതാണ് ഈ കത്ത്. അത് ഏടത്തിക്ക് കൊണ്ടുകൊടുക്കാൻ ചെന്നപ്പോ ഞാൻ ഈ പഴത്തുള്ളി ചവിട്ടി ഏടത്തിന്റെ മേലെ വീണു. കൊച്ചാട്ടിനെ ബഹളം വെച്ചു. അതെന്താണത്? ഈ കത്ത് എങ്ങനെ സാരിക്കടിയിൽ വന്നു? പോസ്റ്റ്മാൻ കൊണ്ടുവച്ചതായിരിക്കും. പോസ്റ്റ്മാൻ സാരിക്കടിയിലാണോ കത്ത് വയ്ക്കുന്നത്? താൻ ഏത് വായി നോക്കി വരികയാണോ? അയ്യോ, ഇത് ബാമയ്ക്കുള്ള കത്താ. സത്യഭാമയ്ക്കൊരു കത്തോ? അങ്ങനൊരു കത്ത് വരാൻ വഴിയില്ലല്ലോ. വല്ല കൂട്ടുകാരികൾ അയച്ചതായിരിക്കും. നാളിതുവരെ അങ്ങനൊരു കൂട്ടുകാരിയുടെ കത്ത് സത്യഭാമയ്ക്ക് വന്നിട്ടില്ലല്ലോ. താനത് വാങ്ങി വായിച്ചേ. പ്രിയപ്പെട്ട ഭാമയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ കത്ത് ഭാമയുടെ കയ്യിൽ തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവനേതോ സുവിശേഷ പ്രസംഗിയാണെന്ന് തോന്നുന്നു. ബാക്കി വായിക്കടോ. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം വന്നത് നമ്മുടെ ഭാഗ്യമായി കരുതാം. എല്ലാ ദിവസവും ഉത്സവമായിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. നിന്റെ അച്ഛനും മന്ദബുദ്ധികളായ നിന്റെ ചെറിയച്ഛന്മാരും അവരുടെ കൂടെ ചെറിയമ്മമാരും ഇന്ന് ഉത്സവത്തിന് പോകുന്നതായി അറിഞ്ഞു. അവര് പോയിക്കോട്ടെ, നമുക്ക് മനസമാധാനമായി കാണാൻ കഴിയുന്ന ഏക അവസരം. അതുകൊണ്ട് ഭാമയുടെ താലപ്പൊലി എടുക്കൽ എന്തെങ്കിലും കാരണം പറഞ്ഞു മാറ്റണം. എല്ലാം ഭാമയുടെ കയ്യിൽ. ശുഭപ്രതീക്ഷയുടെ പ്രിയമുള്ള ഡാഷ്. ഒരു സംശയമില്ല, നല്ല ഒന്നാന്തരം പ്രേമലേഖനം തന്നെയാ. പക്ഷേ ആ തെണ്ടി പേര് വെച്ചിട്ടില്ല.